ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തങ്കോ ആൻഡ് യു വാച്ചിങ് തങ്കോ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. പറ. പട്ടി പൊട്ടിക്കുക. എന്താണ് എൻ്റെ പെട്ടിയില്? പെട്ടിയിൽ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സുകള്, അതെ, തിരുമ്പാനുള്ള സാധനങ്ങളായിരിക്കും. അതെ, അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒരു കവറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുക്കോക്കിലത്തെ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ പെട്ടി. തുറന്നാ മതി, തുറന്നാ മതി. ശരി, അതൊരു ഇതായിരുന്നു, ഫലിതായിരുന്നു. ഞാൻ ഫുക്കോക്ക് പോകുന്ന വ്ളോഗിൽ ഇവര് പറയണ്ടായിരുന്നു ഒന്നും വാങ്ങാറില്ല എന്നും ഇവള് പറയണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത് വാങ്ങാനൊക്കെ. പക്ഷെ വീഡിയോ കോൾ ഒന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ വാങ്ങി. പിന്നെ നീ കാണിച്ചൂലേ? പിന്നെയും വാങ്ങിച്ചു. നമ്മള് കാണാത്തൊക്കെ കുറച്ച് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു വീഡിയോ കോൾ. അതാ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഷോപ്പ് ചെയ്യാൻ അറിയില്ല, നോക്കിയിട്ട് പറയാൻ ഇപ്രാവശ്യം. അതുകൊണ്ട് ഞാൻ കടയിൽ വില കുറവായി കണ്ട എല്ലാം ഒരു 10 വെച്ചെടുത്തു. വേണ്ടവര് ഓക്കെ. എന്ത് ഇമ്പ്രൂവ്മെന്റ്? ഷോപ്പിങ്ങിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്ന്. അമ്മ അതിലും വലിയ ആളാണ്. 2 മണിക്കൂർ ഷോപ്പ് ചെയ്ത് വാങ്ങിയിട്ട് വരുമ്പോ അതായിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്. ശരി, അപ്പൊ ഞാൻ എൻ്റെ പെട്ടിന്റെ ബാക്കിൽ പോട്ടെ. കാരണം കുറെ ഉണ്ടല്ലോ. എന്റെ തല കാണുന്നുണ്ട്. അത് തുറക്കാം. പിന്നെ എനിക്ക് എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചു, മറന്നുപോയി. പറയണം വിചാരിച്ച കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ട്രിപ്പൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിലും അവിടുത്തെ ആ വെതർ ചേഞ്ച് കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ ഹെയറിനെയാണ് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനൊരു സൊല്യൂഷനായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു വിചാരിച്ചു, ബിക്കോസ് അതൊരു ഗെയിം ചേഞ്ചറാണ്. സോ ഈ 2 വൈറൽ പ്രോഡക്റ്റ്സ് ഞാൻ ഓൺലൈനിൽ കണ്ടാണ് ആൻഡ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ബി ബ്ലെൻഡിൻ്റെ ഇൻറ്റൻസ് മോയ്സ്ചർ റേഞ്ച്. ഒരു ഷാമ്പുവും അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണറും വരുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഹെയർ കെയർ റേഞ്ചിൽ ജോജോബ ഓയിൽ, വിറ്റമിൻ ഇ ആൻഡ് ഷൈൻ ടോണിക്കും ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വാഷ് തന്നെ അപ് ടു 95% ഫ്രിസ് റെഡ്യൂസ് ആവുന്നതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. സോ അത് നമുക്ക് നമ്മുടെ ഹെയറിൽ 1 സൈഡ് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഹെയറിൻ്റെ ഒരു സൈഡ് ഞാൻ റെഗുലർ ഹെയർ കെയർ പ്രോഡക്റ്റ്സും അടുത്ത സൈഡ് നമ്മുടെ ബി ബ്ലെൻഡിൻ്റെ ഇൻറ്റൻസ് മോയ്സ്ചർ റേഞ്ചുമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും ബി ബ്ലെൻഡ് ഇൻറ്റൻസ് മോയ്സ്ചർ റേഞ്ച് അപ്ലൈ ചെയ്ത സൈഡിലത്തെ ആ ഒരു ഡിഫറൻസ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയിട്ടാണുള്ളത്. നമുക്കിത് ഹെയർ ബ്രഷ് വെച്ചൊന്ന് കോമ്പും കൂടെ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വാവ്, ഭയങ്കര ഫ്രിസ് ഫ്രീ ആയതുകൊണ്ട് ഫ്ലോലെസ്ലി എനിക്ക് കോംബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൽ വിറ്റമിൻസും മിനറൽസും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ ജോജോബ ഓയിൽ, വിറ്റമിൻ ഇ ആൻഡ് ഷൈൻ ടോണിക്കും ഉണ്ട്. അതുകൊണ്ട് ഹെയറിനെ ഡീപ്ലി നറിഷ് ചെയ്ത് ഹെയറിനെ സ്ട്രെങ്തനും ചെയ്യും. ഫ്രിസ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ഷൈനും തരും. ഈ ഒരു ഹെയർ കെയർ റേഞ്ചിൽ ഞാൻ കുറച്ച് അധികം ഇംപ്രസ്ഡ് ആണ്, ബിക്കോസ് എൻ്റെ പഴയ സ്മൂത്ത് ആൻഡ് ഷൈനി ഹെയർ എനിക്ക് തിരിച്ചു കിട്ടി. സോ നിങ്ങളും ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ ഫ്രിസി ഹെയർ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു റേഞ്ച് റെക്കമെൻഡ് ചെയ്യും. സ്മൂത്തർ ആൻഡ് ഫ്രിസ് ഫ്രീ ഹെയർ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 95% ഫ്രിസ് റെഡ്യൂസ് ചെയ്യും ഇൻ ദി ഫസ്റ്റ് വാഷ്. ഞാൻ പറയുന്നത് മാത്രം കൺസിഡർ ചെയ്യേണ്ട, ഇതിന് ഒത്തിരി നല്ല റിവ്യൂസും ഉണ്ട് നൈക്കയിൽ. സോ അതും ഇങ്ങോട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇത് ബി ബ്ലെൻഡിന്റെ വെബ്സൈറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് നൈക്കയിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവരൊക്കെ കയറി ചെക്ക് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ഇനി ഞാൻ വാങ്ങിയതെന്ന് കാണാൻ വേണ്ടി പോവാം. ആദ്യം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം തലയിൽ വെക്കാൻ, ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങാനാണ്, പക്ഷെ വണ്ടിയിൽ കയറി ഉറങ്ങണ ആൾ അമ്മ ആയതുകൊണ്ട് ഇത് അമ്മയ്ക്ക് വെറുതെ വെക്കേ. ഇന്നലെ കാറിൽ അമ്മ ഇത് വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അമ്മ റീൽ എങ്ങനെ കാണിക്ക്. റീലിൽ അവർ എങ്ങനെ ഇത് വെക്കാൻ പറഞ്ഞ് നെക്ക് പില്ലോ അമ്മ ഒരു റീല് കണ്ടിട്ടുണ്ട് അവര് വെക്കാൻ. അങ്ങനെയല്ല അമ്മ, അല്ല ഇന്നലെ അമ്മ വെച്ചത് ഇങ്ങനെയല്ല, മാറ്റ് അമ്മ. പിന്നെ ശീലമായിക്കോളും. ഇങ്ങനെയാണ് ഇത്ര വെക്കണ്ടേ. ഇനിയിപ്പൊ ശരിക്കും അങ്ങനെയായിട്ട് ആൾക്കാർ ഇനി കമന്റ് ബോക്സ് തന്നെ പറയാം. ശരി, മൾട്ടി യൂസ് ഓരോരുത്തർക്ക് എങ്ങനെയാണോ വായ അങ്ങനെ വെക്കാം. പിന്നെ ഉള്ളിൽ കൂടെ ഇട്ട് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ആക്കിയാ ശരി. തടയല്ലേ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആണടി ആണ്. എനിക്കറിയില്ല, കാണുമ്പോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഉറങ്ങി. ശരി, ഈ വീഡിയോ മൊത്തം ഇത് വെച്ചിരിക്കേ. ശരി, അടുത്തത് ഇത് വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതാണ് എനിക്ക് നല്ലതായി തോന്നിയത്. ഇത് ഞാൻ മുന്നേ പാരീസിൽ നിന്ന് ജർമ്മനി പോണ സമയത്ത് ശ്രീജാൻറ്റിൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു ഇത്. പക്ഷെ ഇത് നല്ല രുചിയായതുകൊണ്ട് എനിക്ക് വാങ്ങാൻ തോന്നിയപ്പോൾ ഇത് എയർപോർട്ടിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി കഴിച്ചു. ഇത് നമ്മളെല്ലാവർക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാം, കാരണം നല്ല രുചി. അയ്യോ വേണ്ട, കൊടുക്കണ്ടായിരിക്കും.
പൊട്ടിക്ക് നിങ്ങൾ പൊട്ടിക്ക്. നീ ഒരു വായി കഴിക്കും. അതിനകത്ത് 3 പീസ് ഉണ്ട് തോന്നുന്നു ഒന്നിന്റെ ഉള്ളിൽ. ഒന്നിന്റെ ഉള്ളിൽ അപ്പൊ പിന്നെ എല്ലാവർക്കും കൊടുക്കാലോ. എന്നാലും എന്തിനാ ചേച്ചി? സ്റ്റോർ ചെയ്ത് വെക്കാ, അടച്ചു വെക്കാ. അത് അമ്മ കഴിക്കി. എന്നിട്ട് എങ്ങനെയുണ്ട് പറ? എങ്ങനെയുണ്ട്? അല്ല എനിക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് നീയും തുറക്കുന്നിട്ട് ഒന്നും എനിക്കും ഇല്ലേ? നല്ല രുചിയില്ല. ഒരു മടുപ്പ് പോലെയും മപ്പ് പോലെയും ഒന്നുമില്ല. എടാ മഞ്ച് പോലെയൊക്കെ. അതാണ് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയത്, മഞ്ച് പോലെയൊക്കെ. അങ്ങനൊന്നും അല്ലത്. അതെങ്ങനെയാ അറിയോ? ചോക്ലേറ്റിന്റെ ഉള്ളിലാണ് ബിസ്ക്കറ്റ്, ഇത് ബിസ്ക്കറ്റിന്റെ ഉള്ളിലാണ് ചോക്ലേറ്റ്. അത്രേ ഉള്ളൂ. ബിസ്ക്കറ്റിന്റെ ഉള്ളില് ചോക്ലേറ്റ് ഒഴുകുക. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല രുചി. നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ബാഗ് വാങ്ങിച്ചു. എന്താണ് നന്നായിട്ടുണ്ട്. നോക്ക്, കാണിക്കണ്ടേ ക്യാമറയിൽ? ഞാൻ ഓരോന്ന് കാണിക്കുമ്പോ നിങ്ങൾ ക്യാമറയിൽ കാണിക്കണേ. നീ ഉണ്ടാക്കിയ മാതിരി ഇത് ഇത് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു, ക്രോഷയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇത് ക്രോഷയിൽ, ഇത് മെഷീനിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഇതായിട്ട് കാണിക്കും ക്യാമറയിൽ. ഓരോ സാധനവും എന്ത് അങ്ങനെ കാണിക്കണം കേട്ടോ എൻ്റെ ഓരോ സാധനവും. മതി, വള്ളിയൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഞാൻ ചുമ്മാ കുറച്ച് കുട്ടി ഓറിയോസ് വാങ്ങിച്ചു. ഇത് ഡ്യൂട്ടി ഫ്രീ എന്നല്ല, സൂപ്പർ മാർക്കറ്റ്. ഇത് എയർപോർട്ടിൽ നിന്ന്. ഇത് എയർപോർട്ടിൽ നിന്നല്ല, ഓറിയോന്റെ മിനി കാട്ടിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ശരി പിള്ളേർ കൊടുക്കാം. ശരി, ഇനിയാണ് മെയിൻ പെട്ടി തുറക്കാൻ പോണത്. എക്സൈറ്റഡ് ആണോ? തുറക്കണ്ടേ? ആണോ? ഈ സൈഡ് ഫുൾ ഞാൻ വീട്ടിക്ക് വാങ്ങിയതാണ്. ഈ സൈഡാ ആ സൈഡ് എന്റെ തിരുമ്പാനുള്ള തുണി. ഓക്കെ, ഇത് ഞാൻ ഗ്രാൻഡ് പേരൻസിന് വാങ്ങിച്ച ടവൽ. എന്റെ ക്യാമറയിൽ കാണിക്കൂ. 2 കളർ ഒരാൾക്ക് കൊടുക്കാം. അതെ, ഒരു ഗ്രേയും ക്രീം. ഞാൻ ചെറുതാണ് വിചാരിച്ചു. ചെറിയ ടവല് വാഷ് ബേസിലൊക്കെ വെക്കുന്ന പോലത്തെ. ഇല്ല, കുളിച്ചു കഴിഞ്ഞാൽ ആക്കാം. ഇതാണ് സെന്റഡ് കാൻഡിൽ. മണക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും തരുത്. ഓരോന്നിനും ഓരോ ഫ്രേഗ്രൻസ് ആണ് ഇതിനകത്തുള്ളതാ. നോക്ക്, സെന്റഡ് തോർത്ത് 4 ഗ്രാൻഡ് പേരൻസിന് 4 അത് അപ്പുറത്തൊക്കെ. ഇഷ്ടായോ? അത് കഴിഞ്ഞ് കത്തിച്ചു കഴിഞ്ഞാൽ പാത്രം എടുത്ത് വെക്കാം നമുക്ക്. മണക്ക് എന്താ മണല്ലേ? നല്ല മണമുണ്ട്. അത് തുറന്ന് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഉള്ളില് കാൻഡിൽ ഓരോന്നിനും ഓരോ മണമാണ്. അപ്പൊ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇതാ ഇപ്പുറത്തും ഉണ്ട്, കണ്ടാ? അതിന് ഞാൻ പറഞ്ഞ കടയിൽ കണ്ട എല്ലാം ഞാൻ വാങ്ങിച്ചൂന്ന്. ഇത് മറ്റേ മൈസൂർ സാൻഡൽ സോപ്പ് മാതിരി ഉണ്ട് മണം. എല്ലാവർക്കും പെട്ടി യൂസ് ചെയ്യാം. യെസ്, കാരണം ഈ നല്ല ഡപ്പ കാണിക്കുക. ക്യാൻഡിലും കാണിക്കൂ, ഡപ്പയൊക്കെ കാണിക്ക്. കണ്ടോ, ഈ ഡപ്പ നല്ല രസമുള്ള ഡപ്പയാണ്. ശരി, അങ്ങനെ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിന്റെ പിന്നെ മണക്കാപ്പോ. ഇതാ ഒരു ബാഗ്. ഇതിൽ 4 ബാഗ് ഞാൻ വാങ്ങിച്ചു. ഒന്ന് അമ്മക്ക്, ഒന്ന് ചേച്ചിക്ക്, ഒന്ന് എൻ്റെ ഫ്രണ്ട് ജസ്നക്ക്, ഒന്ന് എൻ്റെ ഫ്രണ്ട് ഷൈമക്ക്. ഇതാ അതിൻ്റെ തന്നെ വേറെ ബാഗും. 4 ബാഗ് ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാത്തിലും ഔളാണ്, പക്ഷെ വേറെ കാണിക്കൂ. എൻ്റെ ക്യാമറയിൽ ഓരോ ബാഗും. ചേച്ചി കാണിക്കൂ. അതിനകത്തൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ പേൾ ഫാക്ടറിയിൽ പോയിട്ട് അമ്മക്കും ചേച്ചിക്കും പേളിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. എൻ്റെ ക്യാമറയിൽ കാണിക്കൂ. എലാസ്റ്റിക് അല്ല, മറ്റേ കൊക്കിയിടുക. കുറച്ചുകൂടെ അടുത്ത് വെക്കടാ, ഫോക്കസ് അതിലേക്ക് പോണ പോലെ. നിങ്ങൾ ഏതാ എടുക്കണേ? 2 ഒരേപോലെ തന്നെ, പക്ഷെ ഒന്ന് കുറച്ചൊരു സിൽവറി, ഒന്ന് കുറച്ചൊരു ഗോൾഡൻ. അത് ശരി. അതേതാ? 2 അമ്മയായിരിക്കും എടുക്കുക. അമ്മയ്ക്ക് ഏതാ വേണ്ടത്? ഞാൻ എന്തിടാം? ഒരു സിൽവർ പോലെ ഉള്ളത്. അപ്പൊ ഗോൾഡൻ അവള്. പിന്നെ ഇത് പേള് കയ്യിലിടുമ്പോ എന്തൊക്കെയോ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ അവര് പറഞ്ഞു. അത് ഒറിജിനൽ പേൾ അല്ലേ? ഇത് കാണുമ്പോ നന്നായിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഒറിജിനൽ പേളിന്റെ വെയിറ്റ് ഉണ്ടാവും, മറ്റേതിന് അങ്ങനെ വെയിറ്റ് ഉണ്ടാവില്ല. ഈ കറുപ്പല്ല തോന്നുന്നു. കറുപ്പ് സാധാ മുത്ത്, മറ്റേത് മാത്രമാണ് പേള്. ബ്രേസ്ലെറ്റ് ഉണ്ടാവുക, പിന്നെ അങ്ങനെ കറക്റ്റ് ടൈറ്റിൽ ഉണ്ടാവുക. അപ്പൊ എനിക്ക് ലൂസ് ആണല്ലോ ഇതോ.
ശരി, അത് കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേസ്ലെറ്റ് എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചു. പാകുണ്ടാ? എൻ്റെ സൈസ് ആക്കിയിട്ട് നമുക്ക് അവിടുന്ന് കോർക്കാനും പറ്റും, പുറത്തിടാനും ഒക്കെ പറ്റും. അങ്ങനെയാണോ? ഇതെന്റെ തൊപ്പി. ഇത് വിൻ വേൾഡിൽ പോയപ്പോ അവിടെ വിൻ പേളിൽ പോയപ്പോ ഇട്ട തൊപ്പിയാണ്. കോറലാണ്. നല്ല തണുപ്പ് വേണ്ട കയ്യിലിടുമ്പോ തന്നെ. ഇതിട്ടാലും ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നൊക്കെ പറഞ്ഞു. ഇതെന്റെ തൊപ്പി, വിൻ വേൾഡിന്റെ തൊപ്പി. നീ എടുത്തോ. തേജത്തം കുട്ട തൊപ്പിയാണ്, അതിന് അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ട്. ശരി, നല്ല കളറ്. അവിടെ ഇതുപോലെ കുറെ പൂക്കളുടെ പ്രിന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. നീ എല്ലാവർക്കും വാങ്ങിച്ച കോയിൻ ഇടാനുള്ള പേഴ്സ് എന്താണ്? എന്റെ നന്നായിട്ടുണ്ടല്ലോ, നിങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട, എല്ലാവർക്കും കൊടുക്കും. അവൻ ആ കടയിലുള്ള മൊത്തം എടുത്തു പറഞ്ഞില്ലേ ഞാൻ. അയാള് അടിച്ചൂന്ന്. നല്ല ക്യൂട്ടായിട്ടും എനിക്ക് തോന്നി, ചന്തായിട്ടും എനിക്ക് തോന്നി. ക്യാമറ അതിന്റെ അകം എന്തിനാ കാണിക്കണം? അതിന്റെ പുറം കാട്ടണം. എല്ലാവർക്കും കൊടുക്കാം. ഫ്രണ്ടിലേക്ക് കാണിക്കും, നേരെ കുറച്ച് പൊക്കി. അടുത്തേക്ക് വെക്ക് നീ. ചേച്ചി ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കൂടെ കാണിക്ക്. എന്നാ അത് കാണിച്ചോടാ. അമ്മ പ്രോ വ്ളോഗറാണിപ്പോ. ഇനി അടുത്തത് ഇതാണ് ഞാൻ പപ്പക്ക് വാങ്ങിച്ച മിഠായി. ഇതാണ് ഞാൻ അവർക്കൊക്കെ കൊടുത്ത. കോയിനല്ല, നട്ട്. എന്താണ് ഇത് പൊളിക്കാനുള്ള സാധനം? ഈ സാധനം പൊട്ടിക്കാനുള്ളത് ഇതാ. ഇതിന്റെ ഉള്ളിൽ നട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ചോക്ലേറ്റിനെ പൊട്ടിച്ച് നട്ട് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. കണ്ടാ മറ്റേ ഇതൊക്കെ ഓപ്പണർ പോലത്തെ കാണിക്കാം എന്റെ ക്യാമറന്റെ ഫ്രണ്ടിക്ക്. തിരിച്ചൊക്കെ കാണിക്ക, കയറക്ക. കണ്ടാ? ഇത് തേങ്ങ മിഠായി ഞാൻ അമ്മക്കും പപ്പക്കും വാങ്ങിയത്. അവർക്ക് തേങ്ങയാണല്ലോ ഇഷ്ടം. ഓക്കെ, പിന്നെ ഇത് ചേച്ചിക്ക് വാങ്ങിയത്. കാണിക്ക്. സെന്ററി വെച്ച് കാണിക്കട. ഒരു പ്രൊഫഷണൽ ആവുന്നേ. അവള് ഒരു പോരാ. എന്നാ അമ്മ കാണിക്കട്ടെ ക്യാമറയില്. അതാ ശരി, ഇതാ മെയിൻ ഹീറോ. ഗൈസ്, ഞാൻ എല്ലാവർക്കും ഓരോ വിഷറി വാങ്ങിയിട്ട് വന്നു. നോക്ക്, നടക്കുമ്പോ വിഷനാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുമ്പോ ഒരു സുഖയില്ലേ കൈക്കൊക്കെ? ഇനി അപ്പൊ ഇത് കണ്ട് ഫോണ് നോക്കും. നിങ്ങൾ ഇങ്ങനെയാണോ ഫോൺ നോക്കുക? നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. വിഷറി എല്ലാം കാണിക്കും. ഒന്നല്ല ഗൈസ്, ഞാൻ ആ കടയത്തെ എല്ലാം വിഷറി എടുത്തു. ഇതും കടയത്തെ ഫോൺ എടുക്കുമ്പോ എല്ലാ അതും എടുക്കും. അതെ, ഞാനിങ്ങനെ കണക്ക് വെച്ച് എടുക്കുമ്പോ എനിക്ക് ശരിയാവണില്ല. 5 6 കഴിഞ്ഞു. അപ്പൊ ആ കടയിൽ അത്ര ആയിരുന്നുണ്ടായിരുന്നു. കാണിക്ക്, വേറെ കളറൊക്കെ കാണിക്ക്. വിഷറി തുറന്ന് ക്യാമറന്റെ അടുത്ത് കാണിക്കണം കേട്ടോ. പൊട്ടിച്ചാ? അല്ല, പുതിയത് അവിടെ പോയി വാങ്ങിച്ചു. എന്റെ ഇവിടെ ഇത് ഉള്ളത് ഞാൻ ഡൽഹിയിൽ പോയപ്പോ അടുത്ത പാർക്കിൽ മറന്നു വെച്ചു. ഇല്ല, ഇത് വൈറ്റ് വാങ്ങിച്ചു, ഒരു പിങ്കും വാങ്ങിയിട്ടുണ്ട്. പിങ്ക് ചെക്ക് കാണിക്ക. അത് രണ്ടും കാണിക്ക് ഗൈസ്. ഇത് ഞാൻ ആക്ച്വലി സവാനേന്നാണ് വാങ്ങിയത്. സെന്ററിൽ വെച്ച് കാണിക്കടാ. ഇത് ഞാൻ സവാനേന്നാണ് എൻ്റെ ആദ്യത്തെ പിങ്ക് വാങ്ങിയത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞാൻ കളഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് ഫുക്കോക്കിന്ന് വാങ്ങി. അത് വെക്കണം. കാണിക്ക്, ഓരോ കളറും തുറന്ന് കാണിക്ക് ക്യാമറയില്. അത് കുഴപ്പമില്ല. ക്യാമറന്റെ ഫ്രണ്ടിൽ കാണിക്ക്, കൊണ്ടുപോ. ചേച്ചി, നീ 4ാം ക്ലാസ് ചൈന ഡാൻസ് കളിച്ചതല്ലേ? കളിക്കി നോക്കട്ടെ. പിന്നെ ഗൈസ്, ഞാൻ അവിടുന്ന് സ്വിം ചെയ്യാൻ വേണ്ടി ഒരു ഉടുപ്പ് വാങ്ങിച്ചു. അതാണിത്. എന്താണ് കാണിക്ക്? നല്ല രസമല്ലേ ബ്ലാക്ക് ഉടുപ്പ്? ഗൈസ്, ഇത് അവിടെ സ്വിം ചെയ്യുമ്പോൾ ഇടാനാണ്. പിന്നെ എൻ്റെ ഷർട്ട്, ഇതാണ് എൻ്റെ വില കൂടിയ ഷർട്ട്. ഇത് 8,80,000 രൂപയാണ്. കോട്ടല്ല, അവിടുത്തെ ഇങ്ങനെ കെ ഡ്രാമാസിലൊക്കെ പിള്ളേരിരുന്ന് കണ്ടിട്ടില്ലേ? റെയിൻ കോട്ടായിട്ടും എന്നിട്ടോ മൾട്ടിപ്പിൾ പർപ്പസ്. എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഒറ്റ കളറിലുള്ള റെയിൻകോട്ട് ഡിസൈൻ കിട്ടില്ലല്ലോ. നല്ല രസമല്ലേ കാണാൻ? ഇത് കിട്ടും ഇവിടെ. 8 ലക്ഷം രൂപയ്ക്ക് റെയിൻകോട്ട്. ഇത് 8,80,000 ആണടാ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മൊത്തത്തിൽ ഫുക്കോക്കിന്ന് വാങ്ങിയ സാധനങ്ങൾ. നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഷോപ്പിങ്ങിനെ പറ്റി പറയാനുള്ളത്? കുഴപ്പമില്ല, അത്യാവശ്യം എന്തൊക്കെയോ അങ്ങനെ സാധനങ്ങളുള്ളതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല. അത്യാവശ്യം എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം എന്താ, വെള്ളവും ഭക്ഷണമാണ് ഞാൻ വാങ്ങിയിട്ട് വന്നത്. അത്യാവശ്യം അല്ല, എന്നാലും എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് എന്ത് തോന്നി? നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ നിറയുണ്ട് അല്ലേ? ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഇരുന്നോട്ട് ഇത്തണം ലാവിഷ്. അന്ന് വരുമ്പോ ഒരു ബ്രേസ്ലെറ്റും കൊണ്ടുവന്നല്ലേ?
ആകെ 2 ബ്രേസ്ലെറ്റ് ആണ് ഞാൻ പോയി കൊണ്ടുവന്ന്. പിന്നെ മറ്റേ നട്ട് കൊണ്ടുവന്നു. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഈ സെന്റഡ് കാൻഡിൽ എന്ത് മണവാണ്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കത്തിച്ച് വെച്ച് നോക്കാട്ടോ. നല്ല രസം ഉണ്ടാവും വീട്ടിലൊക്കെ കത്തിച്ച് വെച്ചാല് റൂമും. സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു പറ്റുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹാപ്പി ആണോ നീ? എൻ്റെ ഷോപ്പിംഗ് ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും? കാണാത്ത സാധനങ്ങളായോണ്ട് ഓക്കെ. അപ്പം എത്ര? ഒരു 8, 9. അമ്മയോ? അങ്ങനെ 8 ഒക്കെ. അത് നിങ്ങൾക്ക് 10 തരാൻ ബുദ്ധിമുട്ട്. ഇത്തിരി ഇങ്ങനെ കമ്മിയാക്കിയിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി അത് തരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പൈസ ഒന്നല്ലല്ലോ ചോദിച്ചു. ഞാനൊക്കെ എവിടെയെങ്കിലും മറ്റേ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഏതും 5 ഇട്ട് കൊടുക്കില്ല. നല്ല വൃത്തികെട്ട സ്വഭാവം. കട്ട് ചെയ്തോ. ബൈ.